ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിത് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ഫ്ലവർ ബീഡ്സും പിന്നെ അതുപോലെ ബട്ടർഫ്ലൈൻ്റെ ഇതും പിന്നെ അലിഗേറ്റർ ക്ലിപ്പുമാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഗമ്മും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് 4 വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതാ അലിഗേറ്റർ ക്ലിപ്പ് വേണം കേട്ടോ. അതിന് ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മളെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അതിന് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതാ ഫ്ലവർ ബീഡ്സാണ് കേട്ടോ. ഇത് ഞാനൊരു 6 എണ്ണം എടുക്കുന്നുണ്ട്. ഇനി ഈ ക്ലിപ്പിൻ്റെ മേലെ ആദ്യം ഒന്ന് ഗമ്മാക്കി കൊടുക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈ ഒരു അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം എടുത്ത വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. എന്നിട്ട് മൊത്തത്തിലായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലവർ ബീഡ്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിന് ഹോളുണ്ടാവും. ഹോള് കാണാത്ത വിധത്തിൽ നമുക്കിത് ഇതിങ്ങനെ ഇട്ടിച്ചു കൊടുക്കാം. ഒന്ന് ഊതി കൊടുത്താൽ മതി കേട്ടോ. കാറ്റ് തട്ടിയെങ്കിൽ നല്ല പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മേലെയും കൂടെ ഗമ്മാക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ മറ്റേ തൊട്ടിച്ച പോലെ തന്നെ ഈ ഫ്ലവറും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഡിസൈനിങ് ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇത് ഞാൻ തലേദിവസം ആക്കി വെച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് എന്താ നല്ലോണം ഒട്ടും കേട്ടോ. നല്ല അടിപൊളിയാണ് ഈ പശ. ഇനി ഇതിൻ്റെ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതാ ഒട്ടി കിട്ടിയിട്ടുണ്ട്.